ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അതേപോലെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ വല്ല ന്യൂസും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ന്യൂസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. വരാനിരിക്കുന്ന ബാങ്ക്, SSC, അതേപോലെ തന്നെ PSC, കേരള PSC എക്സാംസ്, എല്ലാ എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ എക്സാമിന് വരുന്നുണ്ടോ അതൊക്കെ ആ ഒരു എക്സാമിന് തീർച്ചയായിട്ടും ഈ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ, എൻ്റെ ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒഡീഷാസ് ശ്രേയ ലങ്ക ബിക്കംസ് ഇന്ത്യാസ് ഫസ്റ്റ് K-pop സ്റ്റാർ ജോയിൻസ് ബ്ലാക്ക് സ്വാൻ. അപ്പോൾ ഒഡീഷയുടെ ശ്രേയ ലങ്ക, 18 വർഷം, നമുക്ക് വായിച്ചു നോക്കാം. ശ്രേയ ലങ്ക, 18-year-old girl from Odisha's Rourkela, has been selected as the 5th member of popular South Korean pop band Black Swan formed by DR Music. അപ്പോൾ ശ്രേയ ലങ്ക, ഒഡീഷയുടെ ശ്രേയ ലങ്ക 18 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഒഡീഷയുടെ റൂർക്കെല എന്ന് പറയുന്ന സ്ഥലത്തെ പെൺകുട്ടിയാണ്. അപ്പോൾ അവർക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ് 5th മെമ്പർ ഓഫ് പോപ്പുലർ സൗത്ത് കൊറിയൻ പോപ്പ് ബാൻഡ് ബ്ലാക്ക് സ്വാൻ. അപ്പോൾ ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ പോപ്പ് ബാൻഡിൻ്റെ 5th മെമ്പറായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഫോം ചെയ്തത്, ഈ ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്ന പോപ്പ് ബാൻഡ് ഫോം ചെയ്തത് DR മ്യൂസിക്കാണ്. She was selected after participating in 6-month-long global auditions. അപ്പോൾ 6 മാസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ ഓഡീഷൻസിന് ശേഷമാണ് ഈ സെലക്ഷൻ നടന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, വെയ്റ്റ് ലിഫ്റ്റർ ഗുരു നായിഡു സനാപതി ബിക്കംസ് യൂത്ത് വേൾഡ് ചാമ്പ്യൻ. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്ററായ ഗുരു നായിഡു സനാപതി യൂത്ത് വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. ഗുരു നായിഡു സനാപതി ഹാസ് ബിക്കം ദ ഇന്ത്യാസ് ഫസ്റ്റ് വെയ്റ്റ് ലിഫ്റ്റർ ടു വിൻ എ ഗോൾഡ് അറ്റ് ദ IWF യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇൻ ലിയോൺ, മെക്സിക്കോ. The 16-year-old claimed the yellow medal with a total effort of 230 kg, 104 kg plus 126 kg in the boys 55 kg event. Besides Sanapati, compatriot Soumya S. Dalvi bagged the bronze. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്ററായ ഗുരു നായിഡു സനാപതി യൂത്ത് വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ന്യൂസ്, ഗവൺമെൻറ് ഓഫ് ഒഡീഷ പാർട്ട്നേഴ്സ് വിത്ത് അൾട്ടിമേറ്റ് കൊക്കോ ലീഗ് ടു ഓൺ എ ഫ്രാഞ്ചൈസ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഒഡീഷ പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് വേൾഡ് അൾട്ടിമേറ്റ് കൊക്കോ ലീഗിൻ്റെ കൂടെ ഒരു ഫ്രാഞ്ചൈസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദ ഒഡീഷ ഗവൺമെൻറ് ഹാസ് ടേക്കൺ ഓണർഷിപ്പ് ഓഫ് എ ടീം ഇൻ ദ സൂൺ ടു ബി ലോഞ്ച്ഡ് അൾട്ടിമേറ്റ് കൊക്കോ ലീഗ്. ദിസ് വിൽ ബി ദ സെക്കൻഡ് ഡയറക്റ്റ് സ്പോർട്സ് വെഞ്ചർ ഫോർ ദ ഒഡീഷ ഗവൺമെൻറ്. The government has also has ownership of a hockey team, Kalinga Lancers, in the Hockey India League 2013. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഒഡീഷ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് അൾട്ടിമേറ്റ് കൊക്കോ ലീഗായിട്ട് ഒരു ഫ്രാഞ്ചൈസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ന്യൂസ്, സൈക്ലിസ്റ്റ് റൊണാൾഡോ സ്ക്രിപ്റ്റ്സ് ഹിസ്റ്ററി ബിക്കംസ് എ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ സിൽവർ ഇൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സിൽ സിൽവർ ജയിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആയിരിക്കുകയാണ് സൈക്ലിസ്റ്റായ റൊണാൾഡോ. സോ റൊണാൾഡോ സിംഗ് എന്നാണ് പേര്. റൊണാൾഡോ സിംഗ് സ്ക്രിപ്റ്റഡ് ഹിസ്റ്ററി ആസ് ഹി ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സൈക്ലിസ്റ്റ് ടു വിൻ എ സിൽവർ in a continental tournament in the senior category by finishing second in the sprint event on the concluding day of the Asian Track Championship in New Delhi. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. അപ്പോൾ അതിൽ സൈക്ലിസ്റ്റായ റൊണാൾഡോ സിംഗിന് സിൽവർ മെഡൽ കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈക്ലിംഗ് ടീം ഫിനിഷ്ഡ് 5th വിത്ത് 23 മെഡൽസ്. അപ്പോൾ ഇന്ത്യൻ സൈക്ലിംഗ് ടീം 5th സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. 23 മെഡലാണ് ജയിച്ചത്. അതിൽ 2 ഗോൾഡ്, 6 സിൽവർ, 15 ബ്രോൺസുമാണ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ ഓയിൽ അൺവെയിൽസ് ഇൻഡോർ സോളാർ കുക്കിംഗ് സ്റ്റൗ സൂര്യ നൂതൻ. അപ്പോൾ ഇന്ത്യൻ ഓയിൽ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഇൻഡോർ സോളാർ കുക്കിംഗ് സ്റ്റൗ ആയ സൂര്യ നൂതൻ എന്നാണ് അതിൻ്റെ പേര്, ആ സ്റ്റൗവിൻ്റെ പേര്. സോ വായിച്ചു നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹാസ് അൺവെയിൽഡ് സൂര്യ നൂതൻ, എ സോളാർ കുക്കിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ഇൻഡിജീനിയസ്ലി. The 3 models priced at the range of 12,000 and 23,000 are kitchen connected and rechargeable.
അപ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് സ്റ്റൗവാണ് സൂര്യനൂതൻ എന്ന് പറയുന്ന സോളാർ കുക്കിംഗ് സ്റ്റൗ. It was unveiled in the presence of Union Minister for Petroleum and Natural Gas ഹർദീപ് സിംഗ് പുരി. അപ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ പ്രസൻസിലാണിത് അൺവെയിൽ ചെയ്തത്. സൂര്യനൂതൻ വിൽ മിനിമൈസ് റേഡിയോ ആക്റ്റീവ് ആൻഡ് കണ്ടക്റ്റീവ് ഹീറ്റ് ലോസസ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആണ് ശ്രീകാന്ത് മാധവ് വൈദ്യ. സോ ഇന്ത്യൻ ഓയിൽ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഇൻഡോർ സോളാർ കുക്കിംഗ് സ്റ്റവ്. അതിൻ്റെ പേരാണ് സൂര്യനൂതൻ. നെക്സ്റ്റ് ന്യൂസ്, ONGC വിദേശ് അനൗൺസസ് ഓയിൽ ഡിസ്കവറി ഇൻ കൊളംബിയ. അപ്പോൾ കൊളംബിയയിൽ ഓയിൽ ഡിസ്കവറി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ONGC വിദേശ്. സോ ONGC വിദേശ് ലിമിറ്റഡ്, സബ്സിഡറി ആൻഡ് ഓവർസീസ് ആം ഓഫ് ദ സ്റ്റേറ്റ് റൺ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഹാസ് മെയ്ഡ് ആൻ ഓയിൽ ഡിസ്കവറി ഇൻ ദ റീസെൻ്റ്ലി ഡ്രിൽഡ് ഉറാക്ക 9 ഇൻ CPO-5 ബ്ലോക്ക് കൊളംബിയ. അപ്പോൾ ONGC വിദേശ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഓയിൽ ഡിസ്കവറി കൊളംബിയയിൽ ഓയിൽ ഡിസ്കവറി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ONGC വിദേശ്. സോ നെക്സ്റ്റ് ന്യൂസ്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ചസ് ഇൻഡസ്ട്രീസ് ഫസ്റ്റ് കസ്റ്റമൈസബിൾ ക്രെഡിറ്റ് കാർഡ് LIT. സോ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് കസ്റ്റമൈസബിൾ ക്രെഡിറ്റ് കാർഡ്. ലിവ് ഇറ്റ് ടുഡേ എന്നാണ് അതിൻ്റെ പേര്. സോ സ്മോൾ ഫിനാൻസ് ബാങ്ക് അലൗൺസ് ദ ലോഞ്ച് ഓഫ് ബാങ്ക് LIT ലിവ് ഇറ്റ് ടുഡേ credit card, which allows customers to choose the features they want in their card and also decide the time period they want those features for. അപ്പോൾ ഫീച്ചേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാനും പറ്റും, അതേപോലെ എത്ര കാലത്തേക്ക് അത് വേണം എന്നുള്ളത് അവർക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനും പറ്റും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി. സോ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO സഞ്ജയ് അഗർവാളാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജയ്പൂരിലാണ്. നെക്സ്റ്റ് ന്യൂസ്, വാലിഡിറ്റി ഓഫ് എക്സ്പയറിംഗ് FCRA ലൈസൻസസ് ഓഫ് NGOs എക്സ്റ്റെൻഡഡ് ടിൽ September 30, 2022. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദ യൂണിയൻ ഹോം മിനിസ്ട്രി എക്സ്റ്റെൻഡഡ് ടിൽ September 30 ദ വാലിഡിറ്റി ഓഫ് ഓൾ FCRA രജിസ്റ്റേർഡ് NGOs. അപ്പോൾ FCRA രജിസ്റ്റേർഡ് NGOസിൻ്റെ എല്ലാ ലൈസൻസസിൻ്റെയും വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് യൂണിയൻ ഹോം മിനിസ്ട്രി. September 30, 2022 വരെയാണത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, ICICI ബാങ്ക് ലോഞ്ചസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്യാമ്പസ് പവർ ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ ക്യാമ്പസ് പവർ ഫോർ സ്റ്റുഡൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ICICI ബാങ്ക്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ക്യാമ്പസ് പവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്യാമ്പസ് പവറാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റുഡൻസിന് ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാനും അതേപോലെ വിദേശത്തേക്ക് പോയി പഠിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പസ് പവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത ബാങ്കാണ് ICICI ബാങ്ക്. നെക്സ്റ്റ് ന്യൂസ്, കർണാടക ബാങ്ക് ലോഞ്ചസ് വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ് ഫോർ അക്കൗണ്ട് ഓപ്പണിംഗ്. അപ്പോൾ വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കർണാടക ബാങ്ക്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അതൊരു പുതിയ ഫീച്ചറാണ്, അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വേറെ പല ബാങ്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ കർണാടക ബാങ്കാണത് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കർണാടക ബാങ്കിൻ്റെ MD ആൻഡ് CEO മഹാബലേശ്വര MS ആണ്. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കർണാടക ബാങ്ക് മാംഗ്ലൂരിലാണ്. നെക്സ്റ്റ് ന്യൂസ്, രൺദീപ് ഗുലേരിയ ഗെറ്റ്സ് അനദർ 3 months എക്സ്റ്റൻഷൻ ആസ് എയിംസ് ഡയറക്ടർ. അപ്പോൾ എയിംസ് ഡയറക്ടറായിട്ട് 3 മാസത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ് രൺദീപ് ഗുലേരിയയ്ക്ക്. Dr. Randeep Guleria has got a 3 months extension for the second time as Director of All India Institute of Medical Sciences, Delhi. Guleria's term was set to end on March 24 this year. ഈ വർഷം March 24 എൻഡ് ചെയ്യാൻ പോയതാണ്. അതൊരു പ്രാവശ്യം 3 മാസത്തേക്ക് കൂട്ടിക്കൊടുത്തു. പിന്നെ ഇപ്പോൾ വീണ്ടും 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ന്യൂസ്, ഫോർമർ ഫോറിൻ സെക്രട്ടറി ശ്യാം ശരൺ എലക്റ്റഡ് ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ. സോ ഫോർമർ ഫോറിൻ സെക്രട്ടറി ആയ ശ്യാം ശരൺ എലക്ട് ചെയ്തിരിക്കുകയാണ് ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്ററായിട്ട്. സോ ഫോർമർ ഫോറിൻ സെക്രട്ടറി ശ്യാം ശരൺ എലക്റ്റഡ് ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ. നമുക്ക് വായിച്ചു നോക്കാം. ശ്യാം ശരൺ, എ ഫോർമർ ഫോറിൻ സെക്രട്ടറി ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ എൻവോയ് ഫോർ ന്യൂക്ലിയർ അഫയേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ടേക്കൺ ഓവർ ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ. സോ ഫോർമർ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ശ്യാം ശരണിനെയാണ് ഇപ്പോൾ
ന്യൂ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. സോ ഇപ്പോൾ എൻ വോഹ്റയെയാണ് സക്സീഡ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 23 എടുത്തു കഴിഞ്ഞു. സോ ഹിസ് ഫസ്റ്റ് ബുക്ക്, അവരുടെ ഫസ്റ്റ് ബുക്കാണ് ഹൗ ഇന്ത്യ സീസ് ദ വേൾഡ്. അത് 2017 പബ്ലിഷ് ചെയ്തത്. ഹി ഹാസ് റീസെൻ്റ്ലി പബ്ലിഷ്ഡ് സെക്കൻഡ് ബുക്ക് ഹൗ ചൈന സീസ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇപ്പോൾ ചൈന എങ്ങനെയാണ് ഇന്ത്യനെയും അതേപോലെ ലോകത്തെയും കാണുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ബുക്ക്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സീനിയർ IPS ഓഫീസർ ദിൻകർ ഗുപ്ത അപ്പോയിൻറ്റഡ് ഡയറക്ടർ ജനറൽ ഓഫ് NIA. അപ്പോൾ NIAയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് സീനിയർ IPS ഓഫീസറായ ദിൻകർ ഗുപ്തേനെ. അപ്പോൾ ഫോർമർ പഞ്ചാബ് DGP ആയിരുന്ന ദിൻകർ ഗുപ്തേനെയാണ് ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI അപ്പോയിൻറ്റ്സ് ഫോർമർ SBI ഒഫീഷ്യൽ ചലാസാനി ഇൻ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ശ്രീ ഗ്രൂപ്പ്. അപ്പോൾ RBI അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് SBI ഒഫീഷ്യലായ ചലാസാനി ഇൻ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ശ്രീ ഗ്രൂപ്പിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. RBI അപ്പോയിൻറ്റഡ് ദ ഫോർമർ SBI ഒഫീഷ്യൽ വെങ്കട്ട് നാഗേശ്വർ ചലാസാനി ആസ് എ മെമ്പറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അഡ്വൈസറി കമ്മിറ്റി ഓഫ് ശ്രീ ഗ്രൂപ്പിൻ്റെ മെമ്പറായിട്ട്. ഇൻ ദ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് ശ്രീ എക്യുപ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ്. He replaces R. Subramanya Kumar, who resigned from the advisory committee with effect from June 22, 2022. അപ്പോൾ ജൂൺ 22 R. സുബ്രഹ്മണ്യ കുമാർ റിസൈൻ ചെയ്തത്. അപ്പോൾ R. സുബ്രഹ്മണ്യ കുമാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വെങ്കട്ട് നാഗേശ്വർ ചലാസാനി SBI ഒഫീഷ്യലായ വെങ്കട്ട് നാഗേശ്വര ചലാസാനി ശ്രീ ഗ്രൂപ്പിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പറായിട്ട് സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ റിപ്പോർട്ട്സ് CAD ഓഫ് 1.2%. അപ്പോൾ CAD എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യ 1.2% GDPയുടെ 1.2% ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2022 ഫിനാൻഷ്യൽ ഇയർ 2022 ഓൺ വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റ്. RBI റിപ്പോർട്ട് പ്രകാരമാണിത് വന്നിരിക്കുന്നത്. സോ ഇന്ത്യ വിറ്റ്നസ്ഡ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഓഫ് 1.2% ഓഫ് GDP ഇൻ 2021-22 എഗെയിൻസ്റ്റ് എ സർപ്ലസ് ഓഫ് 0.9% ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. അപ്പോൾ 2021 0.9% സർപ്ലസ് ആണ് ഉണ്ടായിരുന്നത്. 2022 അത് 1.2% ഓഫ് GDPയുടെ ആയി മാറിയിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡൽഹി എയർപോർട്ട് ബിക്കംസ് ഇന്ത്യാസ് ഫസ്റ്റ് ടു റൺ എൻറ്റയർലി ഓൺ ഹൈഡ്രോ ആൻഡ് സോളാർ എനർജി. അപ്പോൾ ഡൽഹി എയർപോർട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് എയർപോർട്ടായിരിക്കുകയാണ്. ഹൈഡ്രോ ആൻഡ് സോളാർ എനർജിയിൽ റൺ ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ എയർപോർട്ടായിരിക്കുകയാണ് ഡൽഹി എയർപോർട്ട്. സോ ഇത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം, പോസ് ചെയ്ത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബാങ്ക് അപ്രൂവ്സ് $245 million ലോൺ ടു മോഡേണൈസ് ഇന്ത്യാസ് റെയിൽവേ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് $245 million ലോണാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. The World Bank has approved a $245 million loan to support India's efforts to modernize rail freight and logistics infrastructure. Indian Railways is the fourth largest rail network in the world. So World Bank ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് $245 million ലോൺ ടു മോഡേണൈസ് ഇന്ത്യാസ് റെയിൽവേ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ. നെക്സ്റ്റ് ന്യൂസ്, സെൻറ്റർ മാൻഡേറ്റ്സ് 3-year ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഫോർ സറോഗേറ്റ് മദേഴ്സ്. അപ്പോൾ സറോഗേറ്റ് മദേഴ്സിന് വേണ്ടിയിട്ട് 3-year ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് സെൻറ്റർ നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ സറോഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് അതായത് ഗർഭപാത്രം ദാനം ചെയ്യൽ, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സറോഗേറ്റ് മദേഴ്സിന് വേണ്ടിയിട്ട് 3-year ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്റ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ന്യൂ surrogacy rules, the intending couples will need to purchase a general health insurance cover in favor of a surrogate mother for a period of 36 months from an insurance company or an agent recognized by IRDAI for an amount which is sufficient to cover all the expenses for all complications arising out of pregnancy and post-mortem delivery
കോംപ്ലിക്കേഷൻസ്. പോസ്റ്റ് മോർട്ടം അല്ല, സോറി, പോസ്റ്റ് പാർട്ടമാണ്. പോസ്റ്റ് പാർട്ടം ഡെലിവറി കോംപ്ലിക്കേഷൻസ്. പോസ്റ്റ് മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആയിപ്പോയി. സോ പോസ്റ്റ് പാർട്ടം ഡെലിവറി കോംപ്ലിക്കേഷൻസ്. സോ സെൻറ്റർ മാൻഡേറ്റ് ചെയ്തിരിക്കുകയാണ് സറോഗസി. ഇപ്പോൾ ഒരു കപ്പിൾസിന് ഇപ്പോൾ ഒരു കുട്ടി ആവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗർഭപാത്രം ഒരു ലേഡി ബില്ലിംഗ് ആയിട്ട് വരികയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് കവർ 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് കവർ എടുക്കണമെന്ന് നിർബന്ധമായിരിക്കുകയാണ്. അത് എല്ലാ പ്രഗ്നൻസി കോസ്റ്റും അതിൽ കവർ ചെയ്യണം. അതേപോലെ പോസ്റ്റ് പാർട്ടം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലത്തേക്കും കൂടി ഉള്ള ചിലവ് അതിൽ കവർ ചെയ്യാൻ തക്കോണമുള്ള ഒരു ഇൻഷുറൻസ് പ്ലാനാണ് എടുത്ത് 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്ലാനാണ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, ജമ്മു ആൻഡ് കശ്മീർ ടു ഹോസ്റ്റ് G20 മീറ്റിംഗ്സ് ഇൻ 2023. അപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ G20 മീറ്റിംഗ്സ് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് 2023. ജമ്മു ആൻഡ് കശ്മീരിൽ വെച്ചിട്ടാണ് അത് നടക്കുക. 5 മെമ്പർ കോർഡിനേഷൻ പാനൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. 5 മെമ്പർ കോർഡിനേഷൻ പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ജമ്മു ആൻഡ് കശ്മീർ വിൽ ഹോസ്റ്റ് ദ 2023 മീറ്റിംഗ്സ് ഓഫ് G20 ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് ദ വേൾഡ്സ് മേജർ എക്കണോമീസ്. The government of the Union Territories set up a 5-member high-level committee for overall coordination. India will hold the G20 presidency from December 1, 2022 and convene the first G20 Leaders Summit in 2023. India would be a member of the G20 Troika from December 1, 2021 to November 30, 2024. So, Jammu and Kashmir host ചെയ്യാൻ പോവുകയാണ് 2023-ത്തെ G20 മീറ്റിംഗ്സ്. So next news, Citizens Initiative declares monkeypox outbreak a pandemic, urges WHO action. So Citizens Initiative declares, നമുക്ക് ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. The World Health Network, an independent coalition of scientists formed in response to COVID-19 threat, said it considered the monkeypox outbreak a pandemic and urged the World Health Organization to make such a formal declaration. The World Health Network pointed to over 3,500 confirmed monkeypox cases in 58 countries and said the outbreak is expanding rapidly. അപ്പോൾ ഈ മങ്കിപോക്സ് ഡിസീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് നെറ്റ്വർക്കാണിത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 3500 പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മങ്കിപോക്സ്. അപ്പോൾ ഈ ഔട്ട്ബ്രേക്ക് റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഫോർമൽ ഡിക്ലറേഷൻ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ത്രെട്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സിറ്റിസൺസ് ഇനീഷ്യേറ്റീവ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് മങ്കിപോക്സ് ഔട്ട്ബ്രേക്ക് എ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. WHO ആക്ഷൻ വേണം എന്നാണ് സിറ്റിസൺസ് ഇനീഷ്യേറ്റീവ് പറഞ്ഞിരിക്കുന്നത്, വേൾഡ് ഹെൽത്ത് നെറ്റ്വർക്ക്. നെക്സ്റ്റ് ന്യൂസ്, Prime Minister Modi inaugurates വാണിജ്യ ഭവൻ ആൻഡ് ലോഞ്ചസ് നിർയാത്ത് പോർട്ടൽ ഇൻ ഡൽഹി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി വാണിജ്യ ഭവനും അതേപോലെ നിർയാത്ത് പോർട്ടലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ചിട്ട്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. Prime Minister Narendra Modi inaugurated വാണിജ്യ ഭവൻ, a new premises of the Ministry of Commerce and Industry in Delhi, and also launched the new portal നിർയാത്ത്. അപ്പോൾ നിർയാത്തിൻ്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് ഫോർ ഇയർലി അനാലിസിസ് ഓഫ് ട്രേഡ്, which will provide a one-stop platform for stakeholders to get all necessary information related to India's foreign trade. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് വാണിജ്യ ഭവൻ ആൻഡ് ലോഞ്ചസ് നിർയാത്ത് പോർട്ടൽ. നിർയാത്ത് പോർട്ടലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ചിട്ട്. സോ നെക്സ്റ്റ് ന്യൂസ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി ജൂൺ 24 ഒബ്സർവ് ചെയ്യുകയാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി വായിച്ചു നോക്കാം. ദ ജനറൽ അസംബ്ലി ഇൻ 2022 proclaimed 24 June of each year the International Day of Women in Diplomacy, adopting by consensus a resolution today reaffirming the participation of women on equal terms with men at all levels of decision making is essential to the achievement of a sustainable development, peace and democracy. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂൺ 24 നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ജംപ് 2 places in 204 in FIFA റാങ്കിങ്. അപ്പോൾ ഫുട്ബോളിൻ്റെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 2 places ജമ്പ് ചെയ്തിരിക്കുകയാണ്, 104 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 106 ആയിരുന്നു, 104 എത്തിയിരിക്കുകയാണ്. സോ
സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാനിത് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ലെസണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.